സ്വാർത്ഥതയുടെ കുഴികളിൽ വീണ് കിടക്കുന്ന മക്കളുണ്ട്. അപരനെ പിഴിഞ്ഞ് ജീവിക്കുകയും മുറിച്ച് ജീവിക്കുകയും ചെയ്യുന്നതല്ല പ്രണയം. അപരനെ തിന്നു തീർക്കുന്നതല്ല പ്രണയം. അപരനെ സ്വന്തം വഴികളിലൂടെ നടത്തുന്നതല്ല പ്രണയം. അപരന് വേണ്ടി വഴിയൊരുക്കുന്നതും അപരന് വേണ്ടി സ്വയം പിച്ചി ചീന്തി അപ്പമാക്കി മാറ്റുന്നതുമാണ് ഈ പ്രണയം. വിളിച്ച ഈശോയേ, ഈശോയേ, ഈശോയേ. അപ്പോൾ ഈശോയെ കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ അവിടുത്തെ വലിയ സ്നേഹത്തെ ഓർക്കണം. കാരണം നമ്മുടെ ഉള്ളിലുള്ള സ്നേഹത്തെ ഉണർത്തുന്നത് സ്നേഹമാണ്. ഹല്ലേലൂയ. ലവ് കോൾസ് ഫോർ ലവ് ഇൻ റിട്ടേൺ. ഉള്ളിലുള്ള ഒരാളുടെ സ്നേഹത്തെ നിങ്ങൾക്ക് ഉണർത്തണമെങ്കിൽ നിങ്ങൾ അയാളെ സ്നേഹിക്കണം. ഈശോ നമ്മെ ഇത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് ഓർക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളിലുള്ള ഈശോയ്ക്ക് വേണ്ടിയുള്ള സ്നേഹം ഉണരുന്നത്. എന്തുകൊണ്ടാണ് നമ്മുടെ ഉള്ളിലുള്ള ഈശോയ്ക്ക് വേണ്ടിയുള്ള സ്നേഹം ഉണരാത്തത്? ഈശോ എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് ഞാൻ ധ്യാനിക്കുന്നില്ല, ഓർക്കുന്നില്ല. ഞാൻ ഓർക്കുന്നത് എന്റെ നിയോഗം. കെട്ടിയിട്ടിട്ടുണ്ട്, ഞാൻ മുട്ടയിൽ വലിഞ്ഞിട്ടുണ്ട്, ഞാൻ ഉപവസിച്ചിട്ടുണ്ട്, ഞാൻ ഉരുൾ നേർച്ച നടത്തിയിട്ടുണ്ട്, ഞാൻ പ്രസേന്തിയാവാൻ പേര് കൊടുത്തിട്ടുണ്ട്, ഞാൻ നേർച്ചയിട്ടിട്ടുണ്ട്, ഞാൻ സംഭാവന കൊടുത്തിട്ടുണ്ട്, ഞാൻ കൊടുത്തിട്ടുണ്ട്. സാമ്പത്തിക പ്രതിസന്ധി മാറാൻ കുർബാനക്ക് കൊടുത്തിട്ടുണ്ട്, ജോലി കിട്ടാൻ ഞാൻ കുർബാനക്ക് കൊടുത്തിട്ടുണ്ട്. ശരി, നല്ല കാര്യം ഒക്കെ വേണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വെരി ഗുഡ്. നിങ്ങളൊക്കെ ചെയ്യണം. പക്ഷേ പ്രിയപ്പെട്ടവരെ, അതിനേക്കാൾ അതുക്കും മേലെ ഒരു കാര്യം ഓർക്കണം. ദൈവം എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ഓർമ്മയിലാണ് നീ വിശുദ്ധയായി തീരുന്നത്. വീട് പണി നടന്നാ മതിയോ? വിശുദ്ധയാവണ്ടേ?